വെള്ളം നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. വെള്ളം ഗ്യാസിന് മാറ്റി വെക്കാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്ത് വെക്കാം. പാനിൽ കുറച്ച് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. പാനൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ. മുന്നേ ഉണ്ടാക്കിയ ഫുഡിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എത്ര സോപ്പിട്ട് കഴുകിയാലും ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് കളയും. അപ്പോൾ ഇത് നമ്മൾ വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാന് ഈ വെള്ളം കൊണ്ടൊന്ന് നന്നായിട്ട് ചുറ്റിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ പാനൊക്കെ വെള്ളം കൊണ്ട് കഴുകി ആ ചുടുവെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം പിന്നെ പച്ചവെള്ളം ചേർത്തിട്ടൊന്നുമില്ല. ഇതിലേക്ക് ചക്കട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കൊടുക്കാം. ചക്ക ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഉടച്ച പോലെ എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ചെയ്യാം. ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിത് അരിഞ്ഞു പോകണ്ടെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് വെള്ളം മിക്സിയിലിടാത്തത്. വെള്ളത്തിൻ്റെ ഉള്ളിൽ ചക്ക നന്നായിട്ട് യോജിച്ചിടണം. ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ചക്ക വരട്ടിയെടുക്കുമല്ലോ, അതാണെന്ന് വിചാരിക്കും. ഇതത് നല്ലതാണ്. ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അധികം ഉടച്ചിട്ടില്ല, അതുകൊണ്ട് ഇതാ ഇങ്ങനെ കിട്ടും. മറ്റേത് എല്ലാണ്ട് ഉടഞ്ഞ് പോയാൽ ഇതേപോലെ കുഴഞ്ഞല്ലേ കിട്ടുക. ഇത് കുട്ടികൾക്ക് നമ്മൾ പഴമൊക്കെ ഇതാക്കി കൊടുക്കൂലേ വെള്ളത്തിലിങ്ങനെ, അതേപോലെ തന്നെ ചക്ക ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് എന്താ കൊടുക്കുക എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചക്കയൊക്കെ ഉള്ള ടൈമല്ലേ ഇപ്പോൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കിയാൽ മതി. ഇതിൻ്റെ മുകളിൽ വെളുത്ത എള്ള് കുറച്ചിട്ട് കൊടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ കാണാനൊരു നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടികളായാലും ഇത്
സാധനം എന്ന് ചോദിച്ചു വരും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബ്ലാങ്കറ്റാണ് ഇത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് സീലൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി പാക്കിംഗ് ഒക്കെ ആണ്. ഇതുണ്ടല്ലേ, 2 സൈഡുള്ള ബ്ലാങ്കറ്റാണ്. എന്നാൽ ഓർഡർ ചെയ്ത അതേ സാധനം തന്നെയാണ്. അടിപൊളിയാണ്. ഡബിളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതേപോലെ തന്നെ നല്ല വലുതാണിത്. ഓർഡർ ചെയ്തത് ഇത് ചെറിയൊരു പൈസ വരുന്നുള്ളൂ. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഉള്ളിൽ ഇതൊരു കവറായിട്ടുണ്ട്. ഇതാ ഒരു റോളിൽ ഇത് ഇത്രയും ഷീറ്റുണ്ട്. ഇതുണ്ടല്ലേ, നല്ല കട്ടിയുള്ള സൈസാണ്. ചെറിയ പേപ്പറൊന്നുമല്ല, പെട്ടെന്നൊന്നും ഇതായി പോകുന്നില്ല.